ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ കുമ്പളങ്ങ നമ്മൾ മോരുകറി, പുളിങ്കറി അല്ലെങ്കിൽ പരിപ്പിട്ടിട്ടൊക്കെയാണ് കറി വയ്ക്കാറ് അല്ലേ. അപ്പോൾ അതൊക്കെ മടുത്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഞാൻ രണ്ടാക്കി മുറിച്ച് ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയില്ല ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഉള്ളിലത്തെ കുരുഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ട് ഒരു മീഡിയം സൈസ്ഡ് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒരു പിടി ചുവന്നുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുളിയൊന്നും ഒഴിക്കാത്ത കറിയാണ്. നമ്മൾ നല്ല പഴുത്തിട്ടുള്ള ഈ ഒരു തക്കാളിയുടെ പുളി മാത്രമേ ഈ കറിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു മുറി തേങ്ങയൊന്നും വേണ്ട, ഒരു 1/4 മുറിയൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് ഒരു സവോള, 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി വേണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം അരപ്പിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ആ ചെറിയുടെ കളറൊക്കെ മാറി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വല്ലാതെ ഉടഞ്ഞ് ചേരണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. രണ്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് പൊടികൾ ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ആ മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ തക്കാളി ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ പൊടികളൊന്നും കരിയില്ല. ആ തക്കാളിയുടെ ആ ഒരു ഈർപ്പുണ്ടാവുമല്ലോ, അത് കാരണം കൊണ്ട് പൊടികളൊന്നും കരിയാതെ നമുക്ക് നന്നായിട്ട് വഴണ്ടി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 1/4 മുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഇത്രയും ഒരു 1/4 മുറി അത്രയ്ക്ക് തന്നെ മതി കേട്ടോ. ഒരു പിടി തേങ്ങ മാത്രം മതിയാവും ഇതിലേക്ക്. ഇനി നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ടാൽ മതി, അല്ലാതെ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് എല്ലാതും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് വീണ്ടും കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ വീണ്ടും ചട്ടിയിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി മെൽട്ടായി ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒരുമിച്ച് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുമ്പളങ്ങയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവോളയും തക്കാളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
അതിന് ശേഷം നമ്മൾ ഇപ്പോൾ അരപ്പിൽ മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി ഈ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് കുമ്പളങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വഴണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കാം. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കറി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, അത് കാരണം കൊണ്ട് അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇളക്കാൻ പറ്റുകയാണെങ്കിലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് കുമ്പളങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കുമ്പളങ്ങ എന്ന് പറയുന്നത് അതിൽ നന്നായിട്ട് വാട്ടറുള്ള ഒരു പച്ചക്കറിയാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമാണെങ്കിലും അത് വറ്റി വരാനൊക്കെ ആയിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളിതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കറിയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ അരപ്പിൽ കിടന്നിട്ട് കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിലാണ് കറി ഇരിക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ കുമ്പളങ്ങയൊക്കെ ഈ ഒരു അരപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ അങ്ങനെ വെന്ത് വരുമ്പോഴാണ് നമ്മളുടെ കറി നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ അരപ്പൊരു പ്രത്യേക അരപ്പാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുമ്പളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല രീതിയിൽ ചാറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് ട്രാൻസ്പെറൻ്റായിട്ട് ആ വെള്ള കളറൊക്കെ കുമ്പളങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ട്രാൻസ്പെറൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുമ്പളങ്ങ വെന്ത ഒരു ഭാഗം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചാറ് കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ താളിച്ച് ചേർക്കേണ്ടതൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി കടുകൊക്കെ താളിച്ചായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.